നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 27 വയസ്സുള്ള ബാങ്ക് ഉദ്യോഗസ്ഥ അവരുടെ ആദ്യ പ്രസവം കഴിഞ്ഞ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞ സമയത്താണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. പ്രസവം അല്പം സങ്കീർണമായിരുന്നു. ശസ്ത്രക്രിയ വേണ്ടി വന്നു, സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അല്പം ഭാര കൂടുതലുള്ള കുട്ടിയായിരുന്നു. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ആ ശസ്ത്രക്രിയയുടെ വേദനയുടെ ബുദ്ധിമുട്ടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 4-ാമത്തെ 5-ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴേക്കും ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി തുടങ്ങി. അവരുടെ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. രാത്രിയിൽ തീരെ ഉറങ്ങാത്ത അവസ്ഥയായി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് എഴുന്നേറ്റിരുന്ന് കരയുന്നൊരവസ്ഥ വരുന്നു. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നുമില്ല. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ചില പേടികൾ പ്രകടിപ്പിച്ചു തുടങ്ങി. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വരുമോ? അവന് അസുഖം വന്ന് മരിച്ചു പോകുമോ? അവനെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? ഞാനൊരു അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ ജോലി നിർവഹിക്കാൻ എനിക്ക് പറ്റുമോ? ഇങ്ങനെയുള്ള ചില ആശങ്കകൾ പറയാൻ തുടങ്ങി. അത് പലപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പൊട്ടിക്കരയും. ആ കരച്ചിൽ പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിനക്കൊരു കുഴപ്പവും വരില്ല, നിൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പവും വരില്ല, ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ, ഡോക്ടർമാരുണ്ടല്ലോ, എല്ലാം നോക്കിക്കോളും, ഒരു കുഴപ്പവും വരില്ല എന്ന് ഭർത്താവ് പറയുന്നു, സ്വന്തം മാതാപിതാക്കൾ പറയുന്നു, സഹോദരി പറയുന്നു. എല്ലാവരും നിന്ന് പറഞ്ഞിട്ടും ഒന്നും ഇവൾക്കത് ബോധ്യം വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ എടുത്തിങ്ങനെ നോക്കും. അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പാടുകൾ വന്നിട്ടുണ്ടോ, ചുവന്ന തടിപ്പുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ എടുത്തിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതോടുകൂടി പൂർണ്ണമായും ഉറക്കം നഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിക്കാതെയായി. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം അപ്പോഴേക്കും ശസ്ത്രക്രിയ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു. വീട്ടിൽ വന്നതിന് ശേഷവും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാം പരമാവധി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭർത്താവ് ലീവ് എടുത്ത് കൂടെ നിൽക്കുകയാണ്. എന്നിട്ടും ഈ പ്രശ്നത്തിന് മാറ്റമൊന്നും വരുന്നില്ല. അത് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് വാഷ്റൂമിൽ എന്തോ ഒന്ന് പോയ ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് സാരി എടുത്ത് കഴുത്തിൽ കുരുക്കിട്ട് ഫാനിൽ കെട്ടി തൂങ്ങാനായിട്ട് ശ്രമിക്കുകയാണ് ഈ സ്ത്രീ. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്ന ഭർത്താവ് ഈ ഒരു കാര്യം കണ്ടുകൊണ്ട് നേരെ അവരെ രക്ഷപ്പെടുത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് കുറച്ച് ഗൗരവമുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ അടുത്തേക്ക് അവർ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവാനന്തര വിഷാദ രോഗം എന്ന് പറയാം. നമുക്കറിയാം, പ്രസവം കഴിയുമ്പോൾ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ ചില വ്യത്യാസങ്ങൾ വരും. അതിനെ തുടർന്നൊരു 80% സ്ത്രീകൾക്കും നേരിയ തോതിലുള്ള ചെറിയ ചില വിഷമങ്ങളൊക്കെ വരും. 1-2 ദിവസത്തെ ചെറിയൊരു ഉറക്കക്കുറവ്, ചെറിയൊരു ടെൻഷൻ, ചെറിയൊരു വെപ്രാളം, ഇടയ്ക്കൊന്ന് കരച്ചിൽ വരിക, ഭക്ഷണത്തിനോടൊരു താല്പര്യം കുറയുക. മിക്കവാറും ആളുകളിൽ ജീവിത പങ്കാളിയുടെ ഒരു സ്നേഹപൂർവമായ സാന്നിധ്യവും മറ്റു ബന്ധുക്കളുടെ സാമീപ്യവും പോഷകാഹാരവും സമ്മർദ്ദരഹിതമായ ഒരു അന്തരീക്ഷവും കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി അങ്ങ് മാറിപ്പോകാറുണ്ട്. എന്നാൽ ചെറിയൊരു ശതമാനം സ്ത്രീകളിൽ ഇത് അല്പം തീവ്രമായ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഒരു വിഷാദ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പോകാറുണ്ട്. ഇവർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ തുടർച്ചയായിട്ട് സങ്കടം അനുഭവപ്പെടും. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നീണ്ടു നിൽക്കും. മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും ചെയ്യാൻ താല്പര്യമില്ലായ്മ വരും, വല്ലാത്ത ക്ഷീണം വരും, ഉറക്കം നഷ്ടപ്പെടും, വിശപ്പില്ലാതെയാവും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും, ചിന്തകളുടെയും പ്രവൃത്തികളുടെയൊക്കെ വേഗത കുറയുന്ന പോലെ തോന്നും, ഓർമ്മക്കുറവ് പോലെ വരും, ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ സമയമെടുക്കും, അതുപോലെ ഒരു നിരാശ പെട്ടെന്ന് വരും. അത് പ്രധാനമായിട്ട് കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇവർക്കൊരു സങ്കടം വരുന്നത്. കുട്ടിക്ക് എന്തെങ്കിലും രോഗം വരുമോ, കുട്ടി മരിച്ചു പോകുമോ, കുട്ടിക്ക് കൃത്യമായ ചികിത്സ കിട്ടാതെ വരുമോ, കുട്ടിയെ നോക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ, ഒരു അമ്മയെന്നുള്ള നിലയിൽ ഞാനൊരു പരാജയമായി പോകുമോ, ഇത്തരത്തിലുള്ള കുറേ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കും. ഇത് കൃത്യമായിട്ട് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവ് കുറയുന്നതിനെ തുടർന്ന് തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തു കുറയുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും ഈ വിഷാദത്തിന് കാരണമാവുന്നത്. വിഷാദം കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്തിയെടുക്കാൻ പറ്റും. പക്ഷെ ചികിത്സിക്കാതെ പോകുന്ന വിഷാദം പലപ്പോഴും ആത്മഹത്യകൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2023 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം
ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. 1,00,000 ജനസംഖ്യയിൽ 30.6 പേർ പ്രതിവർഷം ആത്മഹത്യയിലൂടെ മരണം വരിക്കുന്നു കേരളത്തിൽ. 10,972 ആത്മഹത്യകളാണ് ഒരു ഒറ്റ കൊല്ലം കൊണ്ട് നടന്നിരിക്കുന്നതിൻ്റെ 15 മടങ്ങ് ആത്മഹത്യ ശ്രമങ്ങളും നടക്കുന്നു. പക്ഷേ ഈ പ്രസവാനന്തര വിഷാദം ഞാൻ സൂചിപ്പിച്ച പോലെ പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താവുന്ന ഒരു അസുഖമാണ്. തലച്ചോറിലെ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ കൊടുത്താൽ വളരെ വേഗം അത് മെച്ചപ്പെടും. ഏതാണ്ട് 6 മാസത്തെ ചികിത്സയിലൂടെ അത് പൂർണ്ണമായും ഭേദപ്പെടും. അത് കഴിഞ്ഞ് മരുന്നുകൾ നിർത്താനും സാധിക്കും. ഇവിടെയും ഈ ചെറുപ്പക്കാരിക്കും കൃത്യമായിട്ടുള്ള ചികിത്സ തുടങ്ങി. 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അവരുടെ വിഷമങ്ങളൊക്കെ മാറി. 6 മാസത്തെ ചികിത്സയ്ക്കുള്ളിൽ പൂർണ്ണമായിട്ട് അവരുടെ അസുഖം ഭേദമായി. അവർ മരുന്ന് നിർത്തി. ഇന്നിപ്പോൾ സുഖമായി ജോലി ചെയ്ത് കുട്ടിയെ വളർത്തി ജീവിക്കുന്നു. നന്ദി, നമസ്കാരം.